വിദ്യാഭ്യാസ രംഗത്ത് മെഡിക്കലിനും എഞ്ചിനീയറിങ്ങിനുമൊപ്പം വളരെയധികം പ്രാധാന്യമുള്ള മറ്റൊരു മേഖലയാണ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് പഠനത്തിൽ ഇന്ത്യയിലുള്ള പ്രീമിയർ സ്ഥാപനങ്ങളുടെ പേര് IIM എന്നാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് എന്നറിയപ്പെടുന്ന ഈ സ്ഥാപനങ്ങളിലേക്ക് എല്ലാ വർഷവും കാറ്റ് എന്ന് പറയപ്പെടുന്ന കോമൺ അഡ്മിഷൻ ടെസ്റ്റ് എന്ന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റുകൾ തയ്യാറാക്കപ്പെടുന്നത്. ഡിഗ്രി അടിസ്ഥാന യോഗ്യതയുള്ള ഈ പരീക്ഷയ്ക്ക് മികച്ച പരിശീലനം ആവശ്യമാണ്. എന്നാൽ +2 കഴിഞ്ഞതിന് ശേഷം BBA, BBM, BMS തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളുമുണ്ട്. +2 കഴിഞ്ഞതിന് ശേഷം ഇൻ്റഗ്രേറ്റഡ് MBAയും പല IIMകളും ഓഫർ ചെയ്യുന്നുമുണ്ട്. ഇന്ത്യയിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങൾ MBA ചെയ്യുന്നതിന് മറ്റൊരു പരീക്ഷയാണ് നടത്താറുള്ളത്. ഓൾ ഇന്ത്യ മാനേജ്മെൻറ്റ് അസോസിയേഷൻ നടത്തുന്ന MAT അഥവാ മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന പരീക്ഷയാണ് പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ അംഗീകൃത അഡ്മിഷൻ ടെസ്റ്റായി അവർ കൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷയ്ക്കും മികച്ച തയ്യാറെടുപ്പ് ആവശ്യമാണ്. IIMകളിലെ റാങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച സ്ഥാപനങ്ങളായി എണ്ണപ്പെടുന്നത് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്തുള്ളത് IIM ബാംഗ്ലൂരാണ്. അതോടൊപ്പം തന്നെ IIM അഹമ്മദാബാദുണ്ട്, IIM കൽക്കട്ടയുണ്ട്, IIM കോഴിക്കോടുണ്ട്, IIM ലക്നൗ, IIM ഗുവാഹട്ടി തുടങ്ങിയ മികച്ച സ്ഥാപനങ്ങളുണ്ട്. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, SP ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് മുംബൈ, IMT ഗാസിയാബാദ്, മണിപ്പാൽ മാനേജ്മെൻറ്റ് സ്കൂൾ എന്ന പേരിൽ മണിപ്പാലിലും വിഖ്യാതമായ ഒരു മാനേജ്മെൻറ്റ് സ്ഥാപനമുണ്ട്. വിദേശ പഠനത്തിന് MBAക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ കാര്യമായി ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാപനങ്ങളുടെ ഇൻ്റർനാഷണൽ റാങ്കിങ്. പലപ്പോഴും വിദേശത്ത് പോകുമ്പോൾ ചതിക്കുഴികളിൽ പെടുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ റാങ്കിങ്ങും അവർ നൽകുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും അതോടൊപ്പം തന്നെ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസുമെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വിദേശങ്ങളിലെ പല MBA പഠനത്തിനുള്ള സ്ഥാപനങ്ങളും വളരെ ശരാശരി നിലവാരമോ അതിൽ താഴെയുള്ളതാണെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്.